മന്ത്രി മാപ്പ് പറയണമെന്നാണ് സമസ്തയുടെ ആവശ്യം. നമുക്കറിയാം, ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളിലൂടെ പാർട്ടി പ്രതിരോധത്തിലാകുന്ന ആദ്യമായല്ല. ഇപ്പോൾ സജി ചെറിയാൻ കൂടി ആ വഴിക്ക് വരുമ്പോൾ ചില്ലറ പ്രതിരോധമല്ല സൃഷ്ടിക്കേണ്ടി വരിക. NSS SNDP ഐക്യവുമായി ബന്ധപ്പെട്ട ഒരു എതിർപ്പ് സമസ്ത അടക്കമുള്ള ആളുകൾക്കുണ്ട് എന്നാണ് മനസ്സിലാകേണ്ടത്. അത്തരത്തിലെ പരാമർശങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ വിവരം? രഞ്ജിത്ത്, സമസ്തയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പ്രതികരണമല്ല, മറിച്ച് സമസ്തയുടെ പൈതൃക സമ്മേളനത്തിൽ എല്ലാവരും ചേർന്ന് അംഗീകരിച്ച ഒരു പ്രമേയമാണ് സജി ചെറിയാനെതിരെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രമേയമായിട്ട് തന്നെ വേണം അതിനെ കാണുവാൻ. മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണം, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് സമസ്ത പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കെ CPM-നെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിലുമൊക്കെ CPM എത്രമാത്രം സമസ്തയുമായിട്ട് അടുക്കാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ സമസ്തയുടെ ഭാഗത്തുള്ള നിലപാടുകൾ മുൻപൊന്നുമില്ലാത്ത രീതിയിൽ CPM-നും ഇടതുപക്ഷത്തിന് സ്വീകാര്യമാവുന്ന തരത്തിലേക്ക് മാറിയിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ആ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ലീഗുമായിട്ട് സമസ്തയിലെ ഒരു വിഭാഗം അകന്നു നിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ, സജി ചെറിയാനെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത ഔദ്യോഗികമായിട്ടൊരു പ്രമേയം ഒരു പൈതൃക സദസ്സിൽ അവർ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് നൽകുന്ന തിരിച്ചടി വളരെ വലുതാണ്. ഇതിനെ മറികടക്കുവാൻ ഏതൊക്കെ തരത്തിൽ അവർ ഇടതുപക്ഷം ഈ ഒരു സമസ്തയുമായിട്ട് അനുരഞ്ജനത്തിന് ശ്രമിച്ചാൽ പോലും സജി ചെറിയാന്റെ വിഷയത്തിൽ അവർക്കുണ്ടായ അതൃപ്തി അത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്ന് തന്നെ വേണം കരുതുവാൻ. ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇത് മറികടക്കാൻ വലിയ തോതിൽ തന്നെ പാടുപെടുമെന്ന സാഹചര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ലീഗുമായിട്ട് സമസ്തയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ UDF-നെ സംബന്ധിച്ചും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഈ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർക്ക് വലിയ തോതിൽ തന്നെ അനുകൂലമാവുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് നിലവിൽ സംജാതമായിരിക്കുന്നത്. സമസ്തയുടെ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന പല തരത്തിലും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെ പ്രതിരോധിക്കാൻ പാടുപെടുന്ന സാഹചര്യം തന്നെ തീർക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ മുൻപ് നടത്തിയ പ്രീണന സ്വഭാവത്തിലുള്ള നടപടികൾ കൊണ്ട് മാത്രം ഈ ഒരു മുറിവ് അവർക്ക് ഉണക്കാൻ കഴിയില്ല എന്ന് വേണം വിലയിരുത്തുവാൻ. CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അനുമോദ് തുടരുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.